Okay, next topic is junction photodiode. അതായത് PN photodiode എന്ന് പറയും. ജംഗ്ഷൻ photodiode. എന്താണ് ഒരു photodiode എന്ന് പറയുമ്പം? photodiode എന്താണ്? ലൈറ്റ് എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ ലൈറ്റ് സോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക് കറണ്ടാക്കി മാറ്റുന്നതാണ് ഫോട്ടോഡയോഡ്സ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോഡയോഡ്സ് എന്തിനാണ്? സാധാരണ PN ജംഗ്ഷൻ ഡയോഡാണ്. പക്ഷേ അത് PN ജംഗ്ഷൻ ഡയോഡിനെ കണക്ക് ഫോർവേഡ് ബയാസ്ഡ് അല്ല, റിവേഴ്സ് ബയാസ്ഡിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അതായത് സംടൈംസ് ഫോട്ടോ ഡിറ്റക്ടർ ആവാം, ഫോട്ടോ സെൻസർ ആവാം, ലൈറ്റ് ഡിറ്റക്ടർ ആവാം. ഇതിൽ PN ജംഗ്ഷൻ ഡയോഡും ഫോട്ടോ ഡയോഡും തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കൺസ്ട്രക്ഷനൊക്കെ നോർമലാണ്. PN ജംഗ്ഷൻ ഡയോഡിൽ വോൾട്ടേജ് യൂസ്ഡ് ആ സോഴ്സ്, അതായത് വോൾട്ടേജ് ആയിരിക്കും അതിൻ്റെ സോഴ്സ്. പക്ഷേ നമ്മളെ ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ അടുത്ത് ഒന്നുകിൽ വോൾട്ടേജ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ഉപയോഗിക്കാം. ഇത് ഏതെങ്കിലും ഉപയോഗിച്ച് മാത്രം നമുക്ക് സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വോൾട്ടേജ് അല്ലെങ്കിൽ ലൈറ്റ് ഉപയോഗിച്ച് സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ PN ജംഗ്ഷൻ ഡയോഡിലാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ആയിട്ട് സോഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പഠിക്കാം. ഇറ്റ് ഈസ് എ റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻ. റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷനാണ് ജംഗ്ഷൻ ഫോട്ടോഡയോഡ്. ബയാസ്ഡ് PN ജംഗ്ഷൻ. when this reverse biased PN junction is exposed to light. അപ്പോൾ എന്താണ് പറയുന്നത്? റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻ ഈസ് എക്സ്പോസ്ഡ് ടു ലൈറ്റ്. ലൈറ്റിനെ എക്സ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറണ്ട് വാല്യൂ ആണ് എങ്ങനെയാണ്? നമ്മൾ എക്സ്പോസ്ഡ് ലൈറ്റ് കൊടുക്കുന്തോറും കറണ്ട് വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ലൈറ്റിൻ്റെ വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്തോറും എന്ത് ചെയ്യും? വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്തോറും കറണ്ട് അതനുസരിച്ച് ലീനിയർലി വാരി ചെയ്യും. അതായത് ദ കറണ്ട് വേരിയസ് linearly with flux of light. Okay, അതിൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കും. അതായത് കൺസ്ട്രക്ഷൻ പറയണത് എന്താണ്? ജംഗ്ഷൻ ഫോട്ടോഡയോഡ് PN ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്, വിച്ച് ഈസ് ഫോംഡ് ടു P ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ചിലപ്പം ബോറോൺ ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും മെറ്റീരിയൽസ് ആയിരിക്കും ഉപയോഗിക്കും. N ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഫോസ്ഫറസ് ആയിരിക്കും. അതിൻ്റെ കൺസ്ട്രക്ഷൻ പറയണത് ഇങ്ങനെയാണ്. ജംഗ്ഷൻ ഫോട്ടോ ഡയോഡിൽ ഉപയോഗിക്കുന്ന ബോറോൺ P ടൈപ്പിൽ ഉപയോഗിക്കാം. N ടൈപ്പിൽ ഏതായിരിക്കും മെറ്റീരിയൽ? ഫോസ്ഫറസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് ഈസ് എ PN ജംഗ്ഷൻ ഡയോഡ്. Junction photodiode is a PN junction diode which is formed by a P-type semiconductor material such as നമുക്ക് ബോറോണോ എന്തെങ്കിലും ഉപയോഗിച്ചായിരിക്കും. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. such as boron and N-type semiconductor material such as phosphorus. It is formed by the diffusion of lightly doped P region into the heavily doped N region. അപ്പം P റീജിയനിൽ എന്താ? ലൈറ്റ്ലി ഡോപ്പ് ആയിരിക്കും. P റീജിയനിൽ എന്തായിരിക്കും? ഇവിടെ N റീജിയനിൽ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ, ദ സ്പേസ് ബിറ്റ്വീൻ P റീജിയൻ ആൻഡ് N റീജിയൻ എന്താണെന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയും അല്ലേ? The space between P region and N region
is called depletion layer. Depletion region. ഞാൻ ഒരു പാഠം വരയ്ക്കാം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യണതാണ്, അതായത് ഫിസിക്കലായിട്ടുള്ള കൺസ്ട്രക്ഷൻ ചെയ്യണതാണ്. അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ എന്തായിട്ട് ഒരിക്കണം, ഫ്രണ്ട് ഏരിയയിൽ ഇതിപ്പം പി റീജിയൻ ആയിരിക്കും. ഇത് മൊത്തം എന്തായാലും പി റീജിയൻ ആയിരിക്കും. പി റീജിയൻ ഇതിൽ കോട്ട് ചെയ്ത് ഇത് എന്താണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആണ് ചെയ്യണത്. ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആയിരിക്കും കോണ്ടാക്ട് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുക. എന്തിനാണ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആണ് കോണ്ടാക്ട് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഈ കോണ്ടാക്ട് മെറ്റീരിയൽ എന്തുകൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്? ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇതെന്താണ് കാഥോഡ്. ഇത് പി റീജിയൻ ആയിരിക്കും. ഇതിൻ്റെ ഒരു റീജിയൻ സിലിക്കൺ ഡയോക്സൈഡ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. സിലിക്കൺ ഡയോക്സൈഡ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത് ഡിപ്ലീഷൻ റീജിയൻ. ഇത് എൻ റീജിയൻ. Here some portion of the front area is called active area. ആക്റ്റീവ് ഏരിയയിലായിരിക്കും എന്തിനാണ്ട് റീകോമ്പിനേഷൻ നടക്കണത്. ഏത് റീജിയനിലായിരിക്കും? ആക്റ്റീവ് ഏരിയയിലായിരിക്കും. അതായത് അവിടെ ഏതൊക്കെ ഹോൾസ് ഉണ്ട്? ഹോൾസും ഇലക്ട്രോണും ആക്റ്റീവ് ഏരിയയിൽ കാണും. അതാണ് സം പോർഷൻ ഓഫ് ദി ഫ്രണ്ട് ഏരിയ ഈസ് കാൾഡ് ആക്റ്റീവ് ഏരിയ. ഈ ആക്റ്റീവ് റീജിയനിൽ നമുക്ക് റീകോമ്പിനേഷൻ നടക്കുന്ന സ്ഥലമാണ്. അതായത് ഡിപ്ലീഷൻ റീജിയൻ്റെ ഇടയ്ക്ക് നിന്നുള്ള സ്ഥലമാണ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് റീജിയൻ്റെ അകത്ത് ഹോൾസും കാണും, എന്തും കാണും, ഇലക്ട്രോൺസും കാണും. വിച്ച് ഈസ് കോട്ടഡ് വിത്ത് ഇത് എന്താണ് ഒരു റിഫ്ലക്ഷനും, അതായത് വോൾട്ടേജ് ഒന്നും ലീക്കേജ് ആയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. വിച്ച് കോട്ടിങ് വിത്ത് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്. ആൻഡ് the remaining portion is non-active area, which is coated with thick layer of silicon dioxide. By adjusting the thickness of the non-active area, we can control the response and speed of photodiode is converted the light into current. ഇതാണ് കൺസ്ട്രക്ഷൻ എന്താണ്? സം പോർഷൻ ഓഫ് ഫ്രണ്ട് ഓഫ് ഏരിയ ഇസ് കാൾഡ് ആക്റ്റീവ് ഏരിയയിൽ ഹോൾസും ഇലക്ട്രോൺസും കാണും. വിച്ച് കോണ്ടാക്ട് വിത്ത് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് റിമൈനിങ് പോർഷൻ നോൺ ആക്റ്റീവ് ഏരിയയാണ്. അത് എന്താണ്? തിക്ക് ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. By adjusting the thickness of the non-active area, we can control response of speed. Photodiode is converted light into current. അതായത് ഡയറക്റ്റ് എക്സ്പോർട്സിൽ നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് ലൈറ്റ്, അതായത് ഇലക്ട്രിക് കറണ്ടായിട്ട് മാറ്റുന്നതാണ് എന്തായിരുന്നു? ഫോട്ടോഡയോഡ്. അതിൻ്റെ ഒന്നാണ് PN ജംഗ്ഷൻ, അതായത് ജംഗ്ഷൻ ഫോട്ടോഡയോഡ്. അതിൻ്റെ കൺസ്ട്രക്ഷനാണ്, അതെങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള കൺസ്ട്രക്ഷനാണ് പറയുന്നത്. അടുത്തത് വർക്കിംഗ് ആണ്. വർക്കിംഗ് നമുക്ക് രണ്ട് രീതിയിൽ പഠിപ്പിക്കാം കേട്ടോ. വർക്കിംഗ് കാരണം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഓരോ പോർഷൻ വെച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസ്ഡ് ആണ് എന്തെന്ന് പറയുന്നത്?
PN ജംഗ്ഷൻ ഡയോഡിൻ്റെ റിവേഴ്സ് ബയാസ്ഡ് ആണ് എന്തെന്ന് പറയുന്നത്. അതായത് പി റീജിയനിൽ എന്താണ് ഇവിടെ, പി റീജിയനിൽ എൻ റീജിയൻ, ഇതെന്താണ് ഡിപ്ലീഷൻ റീജിയൻ അല്ലേ. പി റീജിയനിൽ എന്താണ് പറഞ്ഞത്, പി റീജിയനിൽ ഇലക്ട്രോൺസ്, എൻ റീജിയനിൽ എന്തായിരിക്കും, ഹോൾസ് ആയിരിക്കും പറഞ്ഞത്. അതായത് ഇത് റിവേഴ്സ്ലി ബയാസ്ഡ് ആയിരിക്കും. റിവേഴ്സ്ലി പി റീജിയൻ നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ദിസ് ഈസ് റിവേഴ്സ്ലി ബയാസ്ഡ് കണക്ഷനോ റിവേഴ്സ്ലി ബയാസ്ഡ്. അപ്പോൾ എന്താണ് ഉണ്ടാവണേ, ഇത് നമ്മൾ ഈ റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ലോ ആകുമ്പോൾ എന്താണ്, കോൺസ്റ്റൻറ്റ് കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതായത് കോൺസ്റ്റൻറ്റ് കറണ്ട് ആയിരിക്കും ഇതിൽ കൂടെ മൂവ് ചെയ്യുന്നത്. അതായത് എന്തായിരിക്കും, ഇത് പി റീജിയനിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇതിലോട്ട് മൂവ് ചെയ്ത് ഇത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഇതിൻ്റെ ഹോൾസ്, എൻ റീജിയനിലുള്ള ഹോൾസ് ഇതിലോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ മൈനോറിറ്റി ചാർജ് കരിയറും ഉണ്ടാവും. ഈ മൈനോറിറ്റി ചാർജ് കരിയർ എന്താണ്, വാലൻസി ബാൻഡിലായിരിക്കും ഉണ്ടാവണേ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും, തെർമലി ജനറേറ്റഡ് മൈനോറിറ്റി ചാർജ് കരിയർ ഇലക്ട്രോൺ ഇൻ ദ പി ടൈപ്പ്, ഹോൾസ് ഇൻ ദ എൻ ടൈപ്പ് റീജിയൻ. ദിസ് ജംഗ്ഷൻ ദ മൈനോറിറ്റി കറണ്ട് ഈസ്, അതായത് മൈനോറിറ്റി ചാർജിൻ്റെ കരിയർ മൂലം അവിടെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവും. ഈ ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ടിനെ പറയുന്ന പേരാണ് ഡാർക്ക് കറണ്ട്. അപ്പോൾ എന്താണ്, റിവേഴ്സ് ബയാസ്ഡ്, അതായത് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒന്നും കൊടുക്കാതെ തന്നെ റിവേഴ്സ് ബയാസ്ഡ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺസിൻ്റെ കാരിയർ കാരണം അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് ഡാർക്ക് കറണ്ട്, അല്ലെങ്കിൽ എന്തെന്ന് പറയും, മൈനോറിറ്റി ചാർജിൻ്റെ മോഷൻ കാരണം, അതായത് മോഷൻ ഓഫ് ദി മൈനോറിറ്റി കാരിയർ ഫ്രോം എ കറണ്ട് ഈസ് നോൺ ആസ് ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ അതിനെന്ത് പറയുന്നു, ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നു. ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി എന്ത്, റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ്. റിവേഴ്സ് ബയാസിൻ്റെ വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ചെയ്യുന്നതാണ് എന്തെന്ന്, അതായത് ഡാർക്ക് കറണ്ട് എന്ത് ഡിപ്പെൻഡ്സ് ചെയ്യുന്നു, റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജിനെ ഡിപ്പെൻഡ്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ സെൻറ്റൻസ് ഒന്ന് പഠിക്കാം. ജംഗ്ഷൻ photodiode is connected in a circuit in a reverse biased condition shown in figure. If the reverse biased voltage is very low, a constant current flows through the diode. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് ഒന്നും കൊടുക്കാതെ തന്നെ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. എന്തിൻ്റെ മോഷൻ്റെ സഹായത്തിലാണ്, അതായത് ഇലക്ട്രോണിൻ്റെ മോഷൻ്റെ, അതായത് മൈനോറിറ്റി ചാർജിൻ്റെ മോഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നു. അതിനെ പറയുന്ന പേരാണ് ലീക്കേജ് കറണ്ട്, അതിനെ പറയുന്നതാണ് ഡാർക്ക് കറണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ആ ഡയോഡിൽ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ദിസ് കറണ്ട് ഈസ് കാൾഡ്, ഈ കറണ്ടിനെ പറയുന്ന പേരാണ്, ദിസ് കറണ്ട് ഈസ് കാൾഡ് reverse saturation current. അതായത് നമ്മൾ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് നമ്മൾ ഇത് പി എൻ ജംഗ്ഷൻ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതായത് ഡയോഡിൽ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അതിനെ പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. Okay, which flows due to thermally generated, അതായത് ആ കോൺസ്റ്റൻറ്റ് കറണ്ട് എങ്ങനെ ഉണ്ടാവുമെന്നാണ് അടുത്ത പറയുന്നത്. which flows due to thermally generated minority carriers, namely മൈനോറിറ്റി ചാർജ് കാരിയർ എന്താണ്, ഇലക്ട്രോൺസ് ആണല്ലേ, ഇലക്ട്രോൺസ് ഇൻ ദ പി ടൈപ്പ് ആൻഡ് ഹോൾസ് ഇൻ ദ എൻ ടൈപ്പ് that are attract toward the junction.
the motion of minority charge carrier form a current known as leakage current. This leakage current, the leakage current also known as, the leakage current is also known as dark current. It depends on the reverse biased voltage. അപ്പോൾ എന്താണ് പറഞ്ഞത്? അതായത് പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ ഡയോഡിൽ കൂടെ കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ കറണ്ടിനെ പറയുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അതായത് എങ്ങനെയാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാകുന്നത് വെച്ചാൽ തെർമലി ജനറേറ്റഡ് മൈനോറിറ്റി കാരിയർ ഇലക്ട്രോൺ ഇൻ ദ പി ടൈപ്പ് റീജിയൻ ആൻഡ് ഹോൾസ് ഇൻ ദ എൻ ടൈപ്പ് റീജിയൻ. ഇത് തമ്മിലുള്ള അട്രാക്ഷൻ കാരണം, അതായത് ഈ ഇലക്ട്രോൺസ് എൻ ടൈപ്പിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും, അതേപോലെ ഹോൾസ് പി ടൈപ്പിലോട്ട് മൂവ് ചെയ്യും. അവിടെ റീകമ്പൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് അവിടെ കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ, അതായത് മോഷൻ, ഇലക്ട്രോണിൻ്റെ മോഷൻ കാരണം അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ മോഷൻ ഓഫ് മൈനോറിറ്റി കാരിയർ ഫ്രോം എ കറണ്ട് ഈസ് നോൺ ആസ് ലീക്കേജ് കറണ്ട്. അതാണ് ലീക്കേജ് കറണ്ട്. ആ ലീക്കേജിൻ്റെ കറണ്ടിനെ പറയുന്ന ഓൾസോ നോൺ ആസ് എന്തെന്ന് പറയുന്നു ഡാർക്ക് കറണ്ട്. ഇത് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് റിവേഴ്സ് ബയാസ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത നമുക്ക് എക്സ്റ്റേണലായിട്ട് ഇതിൽ ലൈറ്റ് നമുക്ക് എമിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇൻപുട്ടായിട്ട് എന്ത് കൊടുക്കാം? ലൈറ്റ് എമിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളതാ ഡയോഡ് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്തു, മൈക്രോമീറ്റർ ഇവിടെ കണക്ട് ചെയ്തു, എന്ത് ചെയ്ത് നമ്മൾ ലൈറ്റ് അഡീഷണലായിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻസിഡൻറ്റ് ലൈറ്റ് കൊടുത്തു. അപ്പം വെൻ എ ഫോട്ടോൺ ഈസ് അബ്സർവ്ഡ് ഫ്രോം ദി ഇൻസിഡൻറ്റ് ലൈറ്റ് പി ഓർ എൻ റീജിയൻ ആൻഡ് ഇലക്ട്രോൺ റിലീസ്ഡ് ഫ്രോം എന്താണ് വാലൻസി ബാൻഡ് ടു ഗിവ്സ് കണ്ടക്ഷൻ ബാൻഡ്. എന്താണ് നമ്മളൊരു അഡീഷണലായിട്ട് ലൈറ്റ് എക്സ്പോസ്ഡ് ചെയ്യുമ്പോൾ എന്താണ് ഇലക്ട്രോൺസ് എവിടെ നിന്ന് വാലൻസി ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. ദി ക്രിയേറ്റ് ഹോൾസ് ഇൻ ദ വാലൻസി ബാൻഡ്. അപ്പോൾ എന്താണ് ഈ ഹോൾസ് വാലൻസി ബാൻഡിലുണ്ടാവും. അതായത് ഈ ഇലക്ട്രോൺസ് വാലൻസി ബാൻഡിൽ നിന്ന് ഇവിടെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകുമ്പോൾ ഹോൾസ് എവിടെ ക്രിയേറ്റ് ചെയ്യും? ഇവിടെ വാലൻസി ബാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ നമ്മൾ ഇൻസിഡൻറ്റ് ലൈറ്റ് കൊടുക്കുന്ന ഭാഗമായി ലാർജ് നമ്പർ ഓഫ് ഹോൾസ് ഇലക്ട്രോൺസ് പെയർസ് അവിടെ ഉണ്ടാവും. ദി ഇലക്ട്രോൺ ഹോൾസ് പെയർസ് നോൺ ആസ് ഫോട്ടോ carriers produce known as photo current. ഇതിനെ പറയുന്നത് ഫോട്ടോ കറണ്ട് ഇൻ അഡീഷൻ ടു ഡാർക്ക് കറണ്ട്. അപ്പോൾ എന്തൊക്കെ തമ്മിൽ ജംഗ്ഷൻ ഫോട്ടോ ഡയോഡിൽ രണ്ട് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഡാർക്ക് കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട്, അല്ലെങ്കിൽ ഏത് കറണ്ട് ഉണ്ടാകും? നമ്മൾ അഡീഷണൽ ലൈറ്റ് എക്സ്പോസ്ഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ് ഫോട്ടോ കറണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഫോട്ടോൺ എക്സ്പോസ്ഡ് ചെയ്യുമ്പോൾ, അതായത് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ റിലീസ് ചെയ്യും. അതായത് വാലൻസി ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ എന്ത് ചെയ്യുന്നു? ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഹോൾസ് അപ്പം നമ്മൾ ഈ ഇൻസിഡൻറ്റ് ലൈറ്റ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾസ് കണ്ടക്ഷൻ ബാൻഡിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതിൽ തമ്മിൽ റീകമ്പൈൻ ചെയ്യുന്നുണ്ട്. അതായത് എത്ര എക്സ്പോസ്ഡ് ലൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ഡിപ്ലീഷൻ ലെയറിലെ വിഡ്ത്ത് എത്രത്തോളം കൂട്ടുന്നുണ്ടോ അത്രത്തോളം കറണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫോട്ടോൺ എത്ര ഇൻസിഡൻറ്റ് ലൈറ്റ് നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുണ്ടോ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് കറണ്ട് കൂടി വരുന്നു, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ when a photon is absorbed from the incident light by the P or N region, an electron is released from valency band to
valency band to valency band, and it gives to the conduction band, and gives to the conduction band. This creates holes in the valency band. The incident light, this is the incident light cause the creation of a large number of electron hole pairs. Large number of electron hole pairs. These electron hole pairs are called photocarriers and produce current known as photocurrent. അതായത് എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫോട്ടോ കറണ്ട്, നമ്മൾ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ചെയ്യുന്നത് എന്താണ്, ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദ അഡീഷൻ ഓഫ് ദി ഡാർക്ക് കറണ്ട്, എക്സ്റ്റേണൽ സർക്യൂട്ട്, ദ ഫോട്ടോ കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി നമ്മൾ ലൈറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ടാണ് ഫോട്ടോ കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്, ഇൻ അഡീഷൻ ടു ദ ഡാർക്ക് കറണ്ട്. But the dark current should be minimized. The sensitivity of the device. The width of depletion region should be increased to absorb a large quantity of light. But dark current should be minimized. Sensitivity of the device, width of the depletion region should be increased to absorb a large quantity of light. The resulting output current or voltage can be measured. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ റിവേഴ്സ് ബയാസിൽ ആദ്യം കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, ഡാർക്ക് കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട്, എന്തിൻ്റെ മോഷൻ്റെ ഭാഗമായിട്ട്, ഇലക്ട്രോൺ മോഷൻ്റെ ഭാഗമായിട്ട്. രണ്ടാമത് നമ്മൾ അഡീഷനായിട്ട് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലൈറ്റ് എക്സ്പോസ്ഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾസ് പെയർ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഫോട്ടോ കറണ്ട്. ഈ രണ്ട് കറണ്ടും കൂടെ ചേർന്നാണ് ജംഗ്ഷൻ ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. അതായത് ഡാർക്ക് കറണ്ട് പ്ലസ് ഫോട്ടോ കറണ്ട്, ഈ രണ്ട് കറണ്ടും കൂടെ ഉണ്ടാകുമ്പോഴാണ് ജംഗ്ഷൻ ഫോട്ടോ ഡയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിൽ നിന്ന് നമുക്ക് എന്താണ് റിസൾട്ടിങ് ഔട്ട്പുട്ട് കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഏതൊക്കെ തരത്തിൽ നമുക്കിത് ഉപയോഗിക്കാം ആപ്ലിക്കേഷൻ ഫസ്റ്റിൽ പറഞ്ഞ ഫോട്ടോ ഡയോഡ്സ് ആർ യൂസ്ഡ് ടു സിൻഡിലേറ്ററിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോട്ടോ ഡയോഡ്സ് ആർ യൂസ്ഡ് ഇൻ സിൻഡിലേറ്റർ, ചാർജ് കപ്പിൾ ഡിവൈസിൽ ആൻഡ് ഫോട്ടോ മൾട്ടിപ്ലർ ട്യൂബിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫോട്ടോ മൾട്ടിപ്ലർ ട്യൂബിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫോട്ടോ ഡയോഡ്സ് ഉപയോഗിക്കാം. These diodes are used in consumer electronic device.
compact disc players and remote control. These diodes are used in consumer electron device, compact disc players, അതേപോലെ തന്നെ ടെലിവിഷൻ അതേപോലെ റിമോട്ട് കൺട്രോളിലൊക്കെ എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഫോട്ടോഡയോഡ്സ് ഉപയോഗിക്കാൻ പറ്റും. ഫോട്ടോഡയോഡ് frequently used for exact measurement of the intensity of light. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫോട്ടോഡയോഡ്സ്, ജംഗ്ഷൻ ഫോട്ടോഡയോഡിൻ്റെ കൺസ്ട്രക്ഷൻ പഠിച്ചു, വർക്കിംഗ് പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു. ഓക്കെ, താങ്ക് യു.